ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാവരും കഴിച്ചോ? രണ്ട് തരത്തിൽ കഴിക്കാൻ പറ്റും. ക്യാമറയിലുള്ള രീതിയിൽ കഴിക്കാൻ പറ്റും, ക്യാമറ ഇല്ലാത്ത രീതിയിൽ കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് സദ്യ. നിങ്ങളെല്ലാം കഴിച്ചോ? ഇന്ന് ഞങ്ങൾ പുതിയ വിശേഷം നല്ല വിശേഷം. പ്രേക്ഷകരോട്, നിങ്ങൾ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട്. ഋഷിയുടെ കല്യാണം കൂടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും വിളിച്ചിട്ട് എനിക്ക് അധികം പേരൊന്നും വന്നായിട്ട് തോന്നാനില്ല. വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഓരോരുത്തർക്ക് തിരക്കുകളും പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ കല്യാണം വിളിച്ച സ്ഥിതിക്ക് എന്തായാലും വരണം എന്നുള്ളൊരു അർത്ഥത്തിൽ 3 പരിപാടിക്ക് ഹൽദിയും കല്യാണവും റിസപ്ഷനും കൂടണമെന്ന് തീരുമാനിച്ചായിരുന്നു. എനിക്ക് പേഴ്സണലി ഋഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്തായാലും വന്ന് പങ്കെടുത്തു. നല്ല ഹാപ്പി ആയിട്ട് പോകണം. അവൻ്റെ ഫാമിലിയുടെ ഹാപ്പിനെസ് നമ്മൾ ഒരുമിച്ച്. എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഈ അവസരത്തിൽ ജാസ്മിന് പറയാനുള്ളത് വിശക്കുന്നു. കുറച്ച് വെള്ളം എടുക്കട്ടെ. ഞാൻ ആലോചന തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ 2 പേര്. ഞാൻ ഏട്ടനാണല്ലോ, അപ്പൊ ഏട്ടന്റെ സ്ഥാനത്ത് രതീഷേട്ടന് 2 പിള്ളേരും കൂടി ഞാൻ കെട്ടില്ല എന്നാണ്. ഗബ്രിക്ക് ജാസ്മിന് പ്രായമായിട്ടുള്ള അവർക്ക് പ്രായമൊന്നും ആയിട്ടില്ല. സ്വീറ്റ് 22, 23 ആണ്. ആർക്കും നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ 1 വയസ്സ് കുറച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടികളൊക്കെ? ഞാൻ സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടുമ്പൻചോല വിഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് 2 ദിവസത്തെ ഷൂട്ട് ബാക്കിയുണ്ട്. മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടറാണ്. മെയിനായിട്ട് എനിക്കൊരു സോങ്ങും പരിപാടികളാണ് അതിൽ. അതിൻ്റെ ഷൂട്ടുകൾ കഴിഞ്ഞു. ഇനിയൊരു 2-3 സീനിൻ്റെ ഷൂട്ടുകൾ ബാക്കിയുണ്ട്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയിട്ടൊരു പരിപാടി ഏകദേശം. പക്ഷെ അത് പറയാറായിട്ടുള്ള മൂവിയാണോ ബിസിനസ്സാണോ? അല്ലല്ല, സിനിമയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംസാരങ്ങൾ നടക്കണം. അത് അധികം വൈകാതെ വരും. അത് കൺഫേമായിട്ട് പറയാമെന്ന് വെച്ചിട്ട് പറയാമായിരുന്നു. എന്നിങ്ങനെ ചെറുതായിട്ട് യൂട്യൂബൊക്കെ ചെയ്ത് കുറച്ച് കാശ്. ജാസ്മിൻ എന്തെങ്കിലും പറയും പ്രേക്ഷകർക്ക് വേണ്ടി? ഭയങ്കര സന്തോഷം. ജാസ്മിൻ അണ്ണാനെ മേടിച്ചിട്ടാ? ഞാനൊരു പുതിയ ഷുഗർ ഗ്ലൈഡറിനെ വാങ്ങി ഒരു 11 എണ്ണാണ്. അതാണ് എൻ്റെ വിശേഷം. അല്ലാതെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങൾ പറയത്തക്കതൊന്നുമില്ല. മുന്നോട്ട് പോട്ടെ. വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ചാനൽ പുറത്തിറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് പണ്ട് വീഡിയോസ് ഇട്ടതുപോലെ ഇപ്പം ഞാൻ ഇടുന്നില്ല. അത്ര ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല. ഇപ്പം ആക്റ്റീവായി തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിന് ഓക്കെ അല്ലേ? അപ്പം ശരി. എനിക്കിനി ഏതെങ്കിലും ഒരു മാട്രിമോണി അക്കൗണ്ട് എനിക്ക് കല്യാണം നോക്കിയിട്ട് മാറിക്കോട്ടെ.